ഇവിടെ ഇതിനു മുമ്പ് 111 എന്ന വലിയ വിജയം കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടാകുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പാണ്. അന്ന് രാജ്യത്തെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും വലിയ തിരിച്ചടി ഉണ്ടാകുമ്പോൾ കേരളം മാത്രം അന്ന് കോൺഗ്രസിനെ ചേർത്ത് പിടിച്ചു. അത് എന്താണ് ചരിത്രത്തിൻ്റെ ഒരു വൈരുദ്ധ്യം. അന്നും പക്ഷേ അന്ന് CPI കോൺഗ്രസ് ഈ പറഞ്ഞ ആ മുന്നണിക്കൊപ്പമാണ്. അന്നും പക്ഷേ ഈ വോട്ട് വിഹിതത്തിൽ വലിയ ശതമാന വ്യത്യാസമില്ല. പിന്നെ 2001 100 സീറ്റ് എന്ന വിജയം, അന്നും 48% UDF 46% എന്നിങ്ങനെയാണ്. ആകെ 2% LDF UDF വോട്ട് വ്യത്യാസം. പക്ഷേ ഇക്കുറി 102-35 എന്ന് മാത്രമല്ല 9% മാരകമായ വോട്ട് ഡിഫറൻസ് ആണ്. അത്ര വലിയ പരാജയം ഉണ്ടായിട്ടും അതെന്തോ ന്യൂനപക്ഷ വർഗീയത ഒരു അഴിഞ്ഞാട്ടം കാരണമാകാമെന്നൊക്കെ KK രാഗേഷ് പറയുന്നത് എന്ത് കഷ്ടമാണ്. അങ്ങനെ പറയാവോ ശ്രീ ജയേന്ദ്രൻ? ഏതായാലും ഞാനങ്ങനെ പറയുന്നില്ല ഹാഷ്മി. പിന്നെ KK രാഗേഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ്, സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. പാർട്ടി ഇത്തരം കാര്യങ്ങളടക്കം ഉള്ള കാര്യങ്ങൾ ഒരു റിവ്യൂ റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് താഴെയുള്ള ഘടകങ്ങളിലേക്ക് ചർച്ചകൾക്ക് അവരൊരു ചോദ്യാവലി തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചർച്ച ചെയ്യട്ടെ. രാഗേഷിനെ പോലുള്ളവർ പറയുന്ന അഭിപ്രായം എത്രത്തോളം നിലവിലുള്ള സാഹചര്യങ്ങൾക്ക് ഉപരിയായി അല്ലെങ്കിൽ വസ്തുതാവിരുദ്ധമാണോ അല്ലയോ എന്നൊക്കെ ആ പാർട്ടി തന്നെ തീരുമാനിക്കട്ടെ. എനിക്കേതായാലും ഞാൻ KK രാഗേഷിൻ്റെ വാദഗതികളെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല ശ്രീ ജയേന്ദ്രൻ, അതിനെ പിണറായി വിജയൻ സബ്സ്ക്രൈബ് ചെയ്യുന്നു. KK രാഗേഷ് ഒരു പൊതുയോഗത്തിൽ പറഞ്ഞു പോകുന്നതല്ല. അതിനെ അന്നത്തെ മുഖ്യമന്ത്രി, ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സാധൂകരിക്കുകയാണ്. അപ്പോൾ ആ കണ്ടെത്തലിലോട്ട് എത്തുകയാണോ പാർട്ടി? അങ്ങനെയാണെങ്കിൽ എന്ത് ദുരന്തമാകും അത് ശ്രീ ജയേന്ദ്രൻ? അല്ല, അങ്ങനെയൊന്നും കഴിയില്ല. അത് പിണറായി വിജയൻ പറഞ്ഞാലും KK രാഗേഷ് പറഞ്ഞാലും MV ഗോവിന്ദൻ മാഷ് പറഞ്ഞാലും അതിനോട് യോജിക്കാൻ കഴിയില്ല ഹാഷ്മി. അതിലൊന്നും തർക്കമേ ഇല്ല. ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ. ഈ 5 വർഷം മുമ്പ് വരെ 2021 ഇലക്ഷൻ ജയിക്കുന്നതിന് മുമ്പ് വരെ ഒരു ഘട്ടം നോക്കിക്കോളൂ. അന്ന് നമ്മളെപ്പോഴും ചർച്ചകൾ പറയാറുള്ള ഒരു പൊതുവാദഗതി എന്ന് പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേൺ ഒന്ന്, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേൺ മറ്റൊന്ന്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേൺ ഇനി വേറൊന്ന്. ഈ തരത്തിലായിരുന്നു വർഗീകരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നോക്കൂ, 24-ലെ പാർലമെൻറ്റ് ഇലക്ഷൻ, 25-ലെ പഞ്ചായത്ത് ഇലക്ഷൻ, 26-ലെ നിയമസഭാ ഇലക്ഷൻ എല്ലാം ഒരേ പാറ്റേണിലല്ലേ വരിക. ആ പാറ്റേണിലേക്ക് എത്തിയില്ലേ? അത് അനായാസം ഈ സ്വാഭാവികമായി സംഭവിക്കുന്നൊരു പ്രക്രിയയായിട്ട് ഞാൻ കാണുന്നില്ല കേട്ടോ. അതങ്ങനെ സ്വാഭാവികമായിട്ട് വരുന്നതുമല്ല. അതിൻ്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അതത് പാർട്ടികൾ വിശദമായി അന്വേഷിക്കുന്നുണ്ടാവും. എനിക്ക് എളുപ്പം പറയാനുള്ള, അല്ലെങ്കിൽ ഈ സമയക്കുറവ് കൊണ്ട് പറയാനുള്ള ഒരു കാര്യം ഹാഷ്മി ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ നമ്മുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഘട്ടത്തിൽ അതിൻ്റെ ആ മാസം അവസാനം, ഏപ്രിൽ അവസാനം ആയപ്പോഴേക്ക് എല്ലാവരും പോസ്റ്റ് പോൾ സർവേ ഒക്കെ നടത്തി. ഞാൻ എൻ്റേതായ നിലയ്ക്ക് ഒരു 10-12 മണ്ഡലങ്ങളിൽ, തൃശ്ശൂർ, നാട്ടിക മുതൽ ഇങ്ങോട്ട് കൊല്ലം വരെയുള്ള ഒരു 12 മണ്ഡലങ്ങളിൽ ഞാനും എന്നെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഒരു മണ്ഡലത്തിൽ 100-130 പേര് ആ കണക്കിന് നടത്തിയിരുന്നു. അന്ന് കണ്ടൊരു പ്രധാനപ്പെട്ട സംഗതി, ചങ്ങനാശ്ശേരി, കുട്ടനാട് എന്നീ 2 മണ്ഡലങ്ങളിൽ യുവാക്കളാണ് പറഞ്ഞത് ഞങ്ങൾ UDF സ്ഥാനാർത്ഥിയെ വോട്ട് ചെയ്യൂ. LDFകാരായ ഇപ്പോൾ SFIക്കാർ തന്നെ എന്നോട് ചങ്ങനാശ്ശേരിയിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യൂ, LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യില്ല. കുട്ടനാട്ടിലത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു ചെറിയൊരു വിഭാഗം കളമശ്ശേരിയിലും പറഞ്ഞു. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്നറിയാമോ ഹാഷ്മി? ഈ 40 വയസ്സിന് മുകളിലേക്ക്, അല്ലെങ്കിൽ 45 വയസ്സിന് മുകളിലേക്ക് ഒരു 65-70 വയസ്സ് വരെയുള്ളവർ അവരുടെ വിവരശേഖരണത്തിന് അല്ലെങ്കിൽ നിലപാടുകൾ സ്വീകരിക്കാനായി ആശ്രയിച്ചത് നമ്മുടെ ചാനലുകളെയോ പ്രിൻ്റ് മീഡിയയോ വാട്സാപ്പിനെയോ ഒന്നുമല്ല. അവരാശ്രയിച്ചത് യൂട്യൂബിനെയായിരുന്നു. യൂട്യൂബ് നൽകിയ വാർത്തകളാണ് അവരെ ആശ്രയിച്ചത്. ആ ചോദിച്ച എല്ലാവരും വരുന്നത് പ്രോ UDFും ആൻറ്റി LDFുമാണ്. അതൊക്കെ പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്, പാർട്ടികൾ പരിശോധിക്കട്ടെ. അപ്പോൾ അത്തരത്തിൽ ഇത് ചൂണ്ടിക്കാണിക്കാൻ കാരണം യുവാക്കൾ മുഴുവനും LDFന് എതിരായിരുന്നു എന്ന് പറഞ്ഞതിന് നെഗേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. എനിക്ക് കിട്ടിയ ഒരു മറുപടി അങ്ങനെ ആയിരുന്നില്ല എന്നതും കൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ ആ പാർട്ടികൾ തീരുമാനിക്കട്ടെ. ഏതായാലും സാമുദായിക വർഗീയതയുടെ പേരിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഇത് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമാകും. അങ്ങനൊന്നും പറയാൻ കഴിയില്ല, എനിക്ക് പറയാൻ കഴിയില്ല, ഞാൻ അങ്ങനെ പറയുകയുമില്ല.
കാരണങ്ങൾ ഒട്ടനവധിയുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ ഇപ്പോൾ ഈ 10 വർഷം കേരളത്തിൽ പിന്നെ ഇതുവരെ ഇല്ലാത്ത വിധം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടന്നു. വെൽഫെയർ സ്കീം ആവിഷ്കരിച്ചില്ലേ, ചെയ്തു. പോരായ്മകളുണ്ടാവാം, പക്ഷേ ഇത്തരം കാര്യങ്ങൾ ചെയ്ത ഒരു കേരളത്തിൽ അത്തരം ഒരു ഗവൺമെൻറ്റിനെയാണ് ജനങ്ങൾ നിരാകരിച്ചത്. അപ്പോൾ ആ നിരാകരിക്കാനായിട്ട് അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട്. അതിനെ ഒറ്റയടിക്ക് പിന്നെ ഈ സാമുദായിക ധ്രുവീകരണം എന്നൊന്നും പറഞ്ഞ് അങ്ങനെ മാത്രം ആ വികാരത്തെ അടക്കി നിർത്താൻ കഴിയില്ല. അതൊരു വികാര പ്രകടനമായിരുന്നു. താങ്കൾ പറഞ്ഞതുപോലെ പൊളിറ്റിക്കലായിരുന്നു വോട്ടിംഗ്. അത് ആ ഒരു വികാര പ്രകടനം, രാഷ്ട്രീയമായ വികാര പ്രകടനം, പിന്നെ ആർഡൻ പൊളിറ്റിക്കൽ ഫ്ലേവർ എന്ന് തന്നെ പറയാം. അത്ര തീക്ഷ്ണമായ ഒരു രാഷ്ട്രീയ അഭിരുചിയാണ് കാണിച്ചത്. ആ തീക്ഷ്ണമായ രാഷ്ട്രീയ അഭിരുചി എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് കേരളം പോലുള്ള സംസ്ഥാനത്ത് വിശദമായി തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ് ഹാഷ്മി. അതൊന്നും ഒരു തർക്കവുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.